പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 11 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡ്സ് കറണ്ട് അഫേഴ്സ്. സെപ്റ്റംബർ 11 തീയതി പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന ലോഞ്ച് ചെയ്യുകയാണ്. ഇത് ഏത് നഗരത്തിലാണ് ലോഞ്ച് ചെയ്യുന്നത്? ഏത് നഗരത്തിലാണ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക് TCC ആരംഭിച്ചിട്ടുള്ളത്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമ്മൾ എന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 11 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 54ാമത് GST കൗൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് എത്രയാണ് കുറച്ചത്? 5%. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 തീയതിയായിരുന്നു 54ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ്. ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഈ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറയുമ്പോൾ ക്യാൻസർ ആയി ബന്ധപ്പെട്ട ഡ്രഗ്സ് മരുന്നുകൾക്ക് 12% നിന്ന് 5% കുറച്ചു. ഓരോ GST കൗൺസിലും ഇതേപോലുള്ള ചില ടാക്സുകൾ വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ 54ാമത്തെ GST കൗൺസിലാണ് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട ചില മരുന്നുകളുടെ റേറ്റ് കുറച്ചിട്ടുള്ളത്, അതായത് GST റേറ്റ് കുറച്ചിട്ടുള്ളത്. കൂടാതെ വന്നിട്ടുള്ള മറ്റൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ചില രുചികരമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നംകീൻ ഉപ്പായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊഡക്ട്സ്, ചില ബേക്കറി ഐറ്റംസ്, ഇതിൻ്റെ GST റേറ്റ് 18% ഈ 18% നിന്ന് 12% കുറച്ചു. എന്നാൽ കാറിൻ്റെ സീറ്റ് കവർ ഇതിൻ്റെ റേറ്റ് 18% GST റേറ്റ്, എന്നാൽ അത് 28% വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ GST കൗൺസിൽ മീറ്റിംഗിൽ ഓൺലൈൻ ഗെയിമുകളുടെ GST ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നു, 28% വർദ്ധിപ്പിച്ചിരുന്നു. ഇതിപ്പോൾ 54ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് ആണ് സെപ്റ്റംബർ 9 തീയതി നടന്നിട്ടുള്ളത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? രൺധീർ സിംഗ്. ഇപ്പോൾ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് രൺധീർ സിംഗ്. ഇദ്ദേഹം 5 പ്രാവശ്യം ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കുകയും കൂടാതെ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു വ്യക്തിയാണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റ് ആകുന്നത്. അത് രൺധീർ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വ്യക്തി ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയിലെ പ്രസിഡന്റ് ആകുന്നത് അത് രൺധീർ സിംഗ് ആണ്. 44ാമത്തെ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ജനറൽ അസംബ്ലി ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7 തീയതി ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ഈ ഒരു ജനറൽ അസംബ്ലിയിലാണ് രൺധീർ സിംഗിനെ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ളത്. 1978 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് രൺധീർ സിംഗ്. 77 വയസ്സുള്ള രൺധീർ സിംഗ് 2021 മുതൽ OCAയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന PMKMY 12 സെപ്റ്റംബർ 2024 എത്ര വർഷം പൂർത്തിയാക്കും? 5 വർഷം. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന PMKMY ഇത് നാളെ സെപ്റ്റംബർ 12 തീയതി 5 വർഷം പൂർത്തിയാക്കുകയാണ്. 2019 സെപ്റ്റംബർ 12 തീയതിയാണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചെറുകിട കർഷകർക്കുള്ള പെൻഷൻ പദ്ധതിയായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. 60 വയസ്സ് ആകുമ്പോഴേക്കും പ്രതിമാസം 3000 രൂപ ലഭിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഈ ഒരു സ്കീം. ഈ സ്കീമിലേക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ 2 ഹെക്ടർ വരെയുള്ള ചെറുകിട നാമമാത്രമായിട്ടുള്ള ഭൂമി കൈവശമുള്ള കർഷകർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഗവൺമെന്റും അതേപോലെ തന്നെ കർഷകരും ഈക്വൽ എമൗണ്ട് നൽകുന്ന ഒരു പെൻഷൻ സ്കീം ആണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. ഇത് 5 വർഷം പൂർത്തിയാക്കുകയാണ് ഈ വരുന്ന നാളെ സെപ്റ്റംബർ 12 തീയതി. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന 11 സെപ്റ്റംബർ 2024 ഏത് സ്ഥലത്താണ് സമാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്? ന്യൂഡൽഹി. സെപ്റ്റംബർ 11 ഇന്ന് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന ഇത് ലോഞ്ച് ചെയ്യുകയാണ്. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരോത്പാദന, പഞ്ചായത്ത് രാജ് മന്ത്രി ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ് ആണ്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ് ആൻഡ് പഞ്ചായത്ത് രാജ് ആണ് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്.
കൂടാതെ ഇന്ന് സെപ്റ്റംബർ 11 പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ 4ാം വാർഷികമാണ്. ഈ ഒരു വേളയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന ആരംഭിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഹാർബറുകൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, ഐസ് പ്ലാന്റുകൾ, കോൾഡ് സ്റ്റോറേജ്, മീൻ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടുന്ന ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏത് നഗരത്തിലാണ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക് TCC ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹി. ഇന്നലെ സെപ്റ്റംബർ 10 ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക് TCC, അതായത് ടൊബാക്കോ സെസേഷൻ ക്ലിനിക്, അത് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റ് സെന്ററും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമണറി ക്രിട്ടിക്കൽ ആൻഡ് സ്ലീപ്പ് മെഡിസിൻ സഹകരിച്ചാണ് TCC, അതായത് ടൊബാക്കോ സെസേഷൻ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. TCCയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പുകയില ആസക്തി അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുക എന്നതാണ്. ഇപ്പോൾ സ്മോക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അഡിക്ഷനായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഒന്നാണ് ഇപ്പോൾ TCC, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരംഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പുതിയ നീക്കം. ഗോഡ് ഓഫ് ചാവോസ് എന്ന് വിളിപ്പേരുള്ള ഏത് ചിഹ്നഗ്രഹമാണ് 2029 ഏപ്രിലിൽ ഭൂമിക്ക് സമീപം അപകടകരമായി കടന്നുപോകാൻ പോകുന്നത്? ആസ്ട്രിയോഡ് 99942 അപ്പോഫിസ്. ചിഹ്നഗ്രഹം 99942 അപ്പോഫിസ്. 2029 ഏപ്രിലിൽ ഗോഡ് ഓഫ് ചാവോസ് എന്ന വിളിപ്പേരുള്ള അപ്പോഫിസ് ഇത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകാൻ പോവുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചിഹ്നഗ്രഹം. ഇത് ഭൂമിയായിട്ട് കൂട്ടിയിടിച്ചാൽ ഒരുപക്ഷെ ഭൂമി തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ചിഹ്നഗ്രഹമാണ് കടന്നു പോവുക. ഈ ഒരു ചിഹ്നഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേരാണ് അപ്പോഫിസ്, അതായത് ഈജിപ്ഷ്യൻ ഗോഡ് ഓഫ് ചാവോസ്. ഈജിപ്തിലെ ഒരു ഗോഡ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ഗോഡ് ഓഫ് ചാവോസ്, നിഗ്രഹിക്കുക, തകർക്കുക, ഇല്ലാതാക്കുക എന്നതാണ് ഈജിപ്ഷ്യൻ ഡൈറ്റി, ഈജിപ്ഷ്യൻ വിഗ്രഹമായിട്ടുള്ള അപ്പോഫിസ്. ISRO അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 450 മീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് ആസ്ട്രിയോഡ് 99942 അപ്പോഫിസ്. പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ചെയർമാനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്ററി ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് റീഇലക്റ്റഡായി. അദ്ദേഹം ഈ ഒരു വേളയിൽ അറിയിച്ചത് 2047 രാജ്യത്തെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിൽ ഇന്ത്യൻ ഭാഷ ആയിരിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇട്ടിട്ടുള്ളത്. 2047 ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സിസ്റ്റത്തിലും ഇന്ത്യൻ ലാംഗ്വേജ് ആകുമെന്നുള്ള ലക്ഷ്യമായിരിക്കും പാർലമെന്ററി കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ഈ ഒരു വേളയിൽ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. 5000 സൈബർ കമാൻഡോകളെ രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഏത് സംഭവത്തിലാണ്? ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷം ഇന്നലെയായിരുന്നു. അതായത് സെപ്റ്റംബർ 10 ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ ഡേ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുള്ളത് അടുത്തൊരു 5 വർഷം കൊണ്ട് 5000 സൈബർ കമാൻഡോസിനെ ഫോം ചെയ്യുമെന്നാണ്, അതായത് രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന സൈബർ ക്രൈം, സൈബർ കുറ്റകൃത്യങ്ങൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള 5000 കമാൻഡോസ് ആയിരിക്കുള്ളൂ അടുത്ത 5 വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഇന്നലെ നടന്നിട്ടുള്ള ചടങ്ങിൽ, അതായത് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. പാരീസ് പാരാലിമ്പിക്സ് 2024 സ്വർണ്ണ ജേതാക്കൾക്ക് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന തുക എന്താണ്? 75 ലക്ഷം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 പാരീസ് പാരാലിമ്പിക്സ് അവസാനിച്ചത്. ഇന്ത്യക്ക് 29 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള അത്ലറ്റ്സിനെ 75 lakhs ആണ് നൽകാൻ പോകുന്നത്. അതേപോലെ സിൽവർ ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് 50 ലക്ഷം, ബ്രോൺസ് ആണെങ്കിൽ 30 ലക്ഷമാണ് സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ ഈ കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 10 അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ സെപ്റ്റംബർ 10 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഒരു സൂര്യരശ്മി ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയമെടുക്കും? ഇതിന്റെ ഉത്തരം 500 സെക്കൻഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ് എടുക്കുന്നത്. എന്നാൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ വന്നേക്കാം. 500 സെക്കൻഡ് ആണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 54ാമത് GST കൗൺസിൽ യോഗത്തിൽ
ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് എത്രയാണ് കുറച്ചത്? 5%. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? രൺധീർ സിംഗ്. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന 12 സെപ്റ്റംബർ 2024 എത്ര വർഷം പൂർത്തിയാക്കി? 5 വർഷം. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന 11 സെപ്റ്റംബർ 2024 ഏത് സ്ഥലത്താണ് സമാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്? ന്യൂഡൽഹി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏത് നഗരത്തിലാണ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹി. ഗോഡ് ഓഫ് ചാവോസ് എന്ന് വിളിപ്പേരുള്ള ഏത് ചിഹ്നഗ്രഹമാണ് 2029 ഏപ്രിലിൽ ഭൂമിക്ക് സമീപം അപകടകരമായി കടന്നുപോകാൻ പോകുന്നത്? ചിഹ്നഗ്രഹം 99942 ആപ്പോഫിസ്. പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ചെയർമാനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 5000 സൈബർ കമാൻഡോകളെ രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഏത് പരിപാടിയിലാണ്? ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷം. പാരീസ് പാരാലിമ്പിക്സ് 2024 സ്വർണ്ണ ജേതാക്കൾക്ക് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന തുക എത്രയാണ്? 75 ലക്ഷം. ഇന്ന് സെപ്റ്റംബർ 11. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.